ദൈവം അവർക്ക് ശക്തമായ ഭ്രമം അയക്കുന്നു. അതിനാൽ അവർ കള്ളം വിശ്വസിക്കും എന്ന് നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുയരുന്നു. സത്യത്തിന്റെ ദൈവം എങ്ങനെ ഭ്രമം അയക്കും? ദൈവം ആരെയും വഞ്ചിക്കുന്നില്ല. വഞ്ചിക്കാൻ ദൈവത്തിന് ആഗ്രഹവുമില്ല. പക്ഷേ ഈ ആളുകൾ ആരാണ്? അവര് സത്യത്തെ സ്നേഹിച്ച് രക്ഷപ്പെടാൻ തയ്യാറായിരുന്നില്ലാത്തവരാണ്. ദൈനംദിന ധ്യാനം. ഇതിനാലാണ് ദൈവം അവർക്ക് ശക്തമായ ഭ്രമം അയക്കുന്നത്. അവർ കള്ളം വിശ്വസിക്കേണ്ടതിന്ന്. സത്യത്തിൽ വിശ്വസിക്കാതെ അകൃത്യത്തിൽ ആനന്ദിച്ചവരൊക്കെയും ശിക്ഷിക്കപ്പെടേണ്ടതിന്ന്. 2 തെസ്സലോനിക്കർ 2:11-12. ദൈവം അവർക്ക് ശക്തമായ ഭ്രമം അയക്കുന്നു, അവർ കള്ളം വിശ്വസിക്കേണ്ടതിന്ന് എന്ന് നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുയരുന്നു. സത്യത്തിന്റെ ദൈവം എങ്ങനെ വഞ്ചന അയക്കും? ദൈവം ആരെയും വഞ്ചിക്കുന്നില്ല. വഞ്ചിക്കാൻ ദൈവത്തിന് ആഗ്രഹവുമില്ല. പക്ഷേ ഈ ആളോ ആരാം? രക്ഷിക്കപ്പെടാൻ സത്യത്തെ സ്നേഹിച്ച് സ്വീകരിക്കാത്തവരാണിവർ. നശിച്ചു പോകുന്നവരിൽ അകൃത്യത്തിന്റെ എല്ലാ വഞ്ചനയോടും കൂടെ അവർ രക്ഷിക്കപ്പെടേണ്ടതിന് സത്യത്തെ സ്നേഹിച്ച് സ്വീകരിച്ചില്ല. 2 തെസ്സലോനിക്കർ 2:10. ദൈവം കള്ളം സൃഷ്ടിച്ചില്ല. കള്ളം ദൈവത്തിൽ നിന്നുമല്ല. സാത്താൻ കള്ളക്കാരനാണ്, കള്ളത്തിന്റെ പിതാവാണ്. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിന്റെവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ആഗ്രഹങ്ങൾ നിങ്ങൾ ചെയ്യും. അവൻ ആദ്യം മുതൽ കൊലയാളിയായിരുന്നു. സത്യത്തിൽ നിലനിൽക്കുകയുമില്ല, കാരണം അവനിൽ സത്യമില്ല. അവൻ കള്ളം പറയുമ്പോൾ തന്റേതായതാണ് പറയുന്നത്. അവൻ കള്ളക്കാരനാണ്, കള്ളത്തിന്റെ പിതാവാണ്. യോഹന്നാൻ 8:41. ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ മനുഷ്യനും സത്യത്തിന്റെ വഴിയിൽ, അതായത് വെളിച്ചത്തിൽ നയിക്കപ്പെടാൻ തന്നെയാണ്. എങ്കിലും അവർ പാപത്തിൽ ജീവിക്കുന്നു, ഇരുണ്ടതിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. ദണ്ഡം ഇതാണ്: വെളിച്ചം ലോകത്തിലേക്ക് വന്നിരിക്കുന്നു, എന്നാൽ അവരുടെ പ്രവൃത്തികൾ ദുഷ്ടമായതിനാൽ മനുഷ്യർ വെളിച്ചത്തേക്കാൾ ഇരുണ്ടതിനെ കൂടുതൽ സ്നേഹിച്ചു. യോഹന്നാൻ 3:11. ഇങ്ങനെ ആരെങ്കിലും മനഃപൂർവ്വം ദൃഢനിശ്ചയത്തോടെ സത്യം നിരസിക്കുമ്പോൾ ദൈവം അവനെ ബലമായി തടയുന്നില്ല. അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് ദൈവം ഈ തീരുമാനത്തെ ഉറപ്പാക്കുന്നു. അവൻ വിശ്വസിക്കുന്ന കള്ളത്തിൽ തന്നെ നശിപ്പാൻ അവനെ വിട്ടുകൊടുക്കുന്നു. ഇപ്പോൾ ദൈവം അവനിൽ നിന്ന് തന്റെ കൈ പിൻവലിക്കുന്നു. ഫലമായി സാത്താന്റെ വഞ്ചന അവരിൽ തടസ്സമില്ലാതെ വരുന്നു. ദൈവം വഞ്ചന അയക്കുന്നു എന്ന് പറയുന്നത് ദൈവം സംരക്ഷണം അതിൽ പിൻവലിച്ച് വഞ്ചന പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നതാണ് യഥാർത്ഥാർത്ഥം. വഞ്ചന അയക്കുന്നതിന്റെ യഥാർത്ഥ അർത്ഥമാണ്. ഇന്നും ഈ കാര്യങ്ങൾ നടക്കുകയാണ്. സാത്താൻ തുറന്നു പറയുന്നില്ല യേശുവിനെ നിഷേധിക്കുമെന്ന്. പകരം അവൻ സത്യത്തെ സൂക്ഷ്മമായി വളച്ചൊടിച്ച് അതിനെ സത്യമായി തോന്നിക്കുന്നതാകുന്നു. ദൈവം നിങ്ങളെ സന്തോഷത്തിലും സമൃദ്ധിയിലും നിലനിർത്താൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നവൻ അവകാശപ്പെടുന്നു. അതിനാൽ കുരിശില്ലാത്ത ക്രിസ്തുവിനെ അവൻ പ്രസംഗിക്കുന്നു. കഷ്ടപ്പാടും ത്യാഗവും ഇനി ആവശ്യമില്ലെന്ന് അവൻ അവകാശപ്പെടുന്നു. നമ്മളെ സ്വയം നിഷേധിക്കാൻ സഹായിക്കുന്നതിന് പകരം പല ഉപദേശങ്ങളും സ്വയം പ്രേമിക്കാനും ലോകത്തെ പ്രേമിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ എന്ത് ചെയ്താലും അത് എനിക്ക് മനസമാധാനമായി തോന്നുന്നുവെങ്കിൽ അതാണ് ദൈവത്തിന്റെ ഇച്ഛയെന്ന് പഠിപ്പിക്കുന്നു. പുതിയ വെളിപ്പെടുത്തലുകളോ ഉപദേശങ്ങളോ തിരുവെഴുത്തുമായി ഒത്തുപോകണം എന്നത് അവർ പഠിപ്പിക്കുന്നില്ല. അതിനാൽ ഇന്ന് നമ്മൾ സ്വയം പരിശോധിച്ച് ചോദിക്കണം: ഞാൻ വഞ്ചിക്കപ്പെടുന്നുണ്ടോ? അവർക്ക് ദൈവത്തെ അവരുടെ അറിവിൽ നിലനിർത്താൻ ഇഷ്ടമായില്ലാത്തതിനാൽ ദൈവം അവരെ അയോഗ്യമായ മനസ്സിലേക്ക് വിട്ടുകൊടുത്തു, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാൻ. റോമർ 1:24. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളൊക്കെയും കൂടെയിരിക്കട്ടെ. ആമേൻ.